പശ്ചിമേഷ്യയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകവും ഭയാനകവുമായ ഒരു സന്ധിക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ദശകങ്ങളായി മേഖലയിൽ നിലനിന്നിരുന്ന അമേരിക്കൻ സൈനിക ആധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന രീതിയിലുള്ള ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ കേവലം ഒരു യുദ്ധം എന്നതിലുപരി ഒരു പുതിയ ലോകക്രമത്തിന്റെ വിളംബരമായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും തീവ്രമായ ആയുധ പ്രയോഗങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പശ്ചിമേഷ്യൻ ആകാശം സാക്ഷ്യം വഹിക്കുന്നത്. ഇസ്രയേലിലെയും അമേരിക്കയുടെയും അതീവ സുരക്ഷിതമായ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ തങ്ങളുടെ അത്യാധുനിക ആയുധ ശേഖരം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് കേവലം ഒരു പ്രതികാര നടപടിയല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളെയും പൂർണ്ണമായും തുരത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള കൃത്യമായ നീക്കമാണ്. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പെട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രയേലിന്റെ വ്യാഖ്യാതമായ അയൺ ഡോമും ഇറാന്റെ മിസൈൽ പ്രഹരത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് തുളച്ചു കയറുകയാണ്. റഡാറുകളുടെ കണ്ണു വെട്ടിക്കാനും മിസൈലുകളെ അതിവേഗം മറികടക്കാനും ശേഷിയുള്ള ഇറാന്റെ ഫത്താഹ് പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രയേലിന്റെ ഹൃദയഭാഗങ്ങളിലേക്ക് പതിക്കുമ്പോൾ ഇവിടെ തകരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക മേധാവിത്വമാണ്. മിസൈലുകൾ അതിർത്തി കടന്നു വരുന്നതറിഞ്ഞ് ഇസ്രയേൽ ജനതയോട് ബങ്കറുകളിലേക്ക് പലായനം ചെയ്യാൻ ഭരണകൂടം ഉത്തരവിട്ടത് ഇറാന്റെ പ്രഹരശേഷിയെക്കുറിച്ച് അവർക്കുള്ള ഭയത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. ഈ സംഘർഷത്തിന്റെ ഏറ്റവും ഗൗരവകരമായ വശം അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ കരുത്തരായ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ ബഹ്റൈനിൽ മുഴങ്ങിയ അപായ സൈറണുകളാണ്.